അത്ലറ്റിക് ട്രാക്കിനോട് വിട പറഞ്ഞ ഒളിമ്പ്യൻ ജിൻസൺ ജോൺസൺ 34-ാം വയസ്സിലാണ് വിരമിക്കുന്നത്. നിലവിൽ 800 മീറ്റർ, 1500 മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡുകളുടെ ഉടമയാണ് കോഴിക്കോട് ചക്കിട്ടപ്പാറ സ്വദേശിയായ ജിൻസൺ. ലാസ്റ്റ് പങ്കെടുത്ത കോമ്പറ്റീഷൻ 2023 ഹാങ്ജോയിൽ വെച്ച് നടന്ന ഏഷ്യൻ ഗെയിംസ് ആണ്. അതിൽ ബ്രോൺസ് മെഡൽ വിൻ ചെയ്യാൻ സാധിച്ചു. പിന്നെ അതിന് ശേഷം എൻ്റെ ഫിറ്റ്നസ് ലെവൽ അത്ര നല്ലതല്ലായിരുന്നു. പിന്നെ ഒരു ആഗ്രഹമായിരുന്നു നല്ലൊരു മെഡലോട് കൂടി തന്നെ ട്രാക്കിനോട് വിട പറയണം എന്നുള്ളത്. അപ്പോൾ അതാണ് ഈ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം. ബെൻസൺ ബാബു കോഴിക്കോട് നിന്ന് ചേരുകയാണ്. ബെൻസൺ, അങ്ങനെ രാജ്യം അർജുന അവാർഡ് വരെ നൽകി ആദരിച്ച വ്യക്തിത്വമാണ്. ട്രാക്കിനോട് വിട പറയുന്നു. ഇനി അങ്ങോട്ട് വിരമിക്കലിന് ശേഷം ഏത് നിലയ്ക്കാണ് ജീവിതം, എന്തൊക്കെ പ്ലാനുകളാണുള്ളത്? വിശദമായി പറയൂ ബെൻസൺ. പോലെ തന്നെ അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരിക്കുന്ന ഇത്തരത്തിലാണ്: കുട്ടിക്കാലത്ത് കൊൽക്കത്തയിൽ നിന്നും ആരംഭിച്ച യാത്ര 2023 ഹാങ്സൌവിൽ നടന്ന ഏഷ്യൻ ഗെയിംസ് വേദി വരെ എത്തി. അത്ലറ്റിക്സിന് നന്ദി എന്നതാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നിലവിൽ 800 മീറ്ററിലും 1500 മീറ്റർ ഓട്ടത്തിലും ദേശീയ റെക്കോർഡുകളാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ളത്. കോഴിക്കോട് ചക്കിട്ടപ്പാറ സ്വദേശിയാണ്. റിട്ടയർമെന്റിന് ശേഷം അത്ലറ്റിക്സുമായി ബന്ധപ്പെട്ട മേഖലയിൽ തന്നെ ജോലിയിൽ തുടരാനാണ് അദ്ദേഹത്തിന്റെ താല്പര്യം. ആ മേഖലയിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ജോലി ചെയ്യുന്നതും. 3 ഏഷ്യൻ ഗെയിംസ് മെഡലുകൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. അതോടൊപ്പം തന്നെ 2 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് മെഡലുകളും അദ്ദേഹത്തിന് സ്വന്തമാണ്. റിയോ ഒളിമ്പിക്സ് 2016 നടന്ന റിയോ ഒളിമ്പിക്സ്, ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് എന്നിവയിലെല്ലാം തന്നെ അദ്ദേഹം മാറ്റുരച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2018 അദ്ദേഹത്തിന് അർജുന അവാർഡ് നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചത്. അതായത് സൂചിപ്പിച്ചതുപോലെ തന്നെ കായിക മേഖലയിൽ, അത്ലറ്റിക്സ് മേഖലയിൽ വലിയ വിജയങ്ങൾ കൊയ്ത, രാജ്യത്തിന് തന്നെ അഭിമാനമായി മാറിയ ജിൻസൺ ജോൺസൺ അദ്ദേഹം തന്റെ 34-ാം വയസ്സിൽ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശരി ബെൻസൺ.